എനിക്ക് തോന്നുന്നു രാവിലെ ഒരു തടസ്സവുമില്ലാതെയാണ്. പക്ഷേ ഇപ്പോൾ മുഖം രക്ഷിക്കാൻ, കാരണം ഞങ്ങൾ പണിമുടക്ക് നടത്തിയിട്ടും ഒന്നും എവിടെയും ഏശിയില്ല എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു കുറച്ചിൽ, ആ ഒരു കുറച്ചിൽ അതെ കേരളത്തിൽ ആ കുറച്ചിൽ നീക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവരിങ്ങനെ കടകമ്പോളങ്ങളൊക്കെ അടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായും അല്ല ഗൗരവം, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാവുന്നത് ഇത് സാധാരണക്കാരെയാണ് വല്ലാതെ വലിക്കുക. കാരണം തൊഴിൽ തേടി പോകുന്നവരുണ്ട്, അന്നന്ന് കിട്ടുന്നതിന് അന്നന്ന് ഭക്ഷണം കഴിക്കുന്ന എത്രയോ നിരവധി ആൾക്കാർ. കേരള സർക്കാർ, സംസ്ഥാന സർക്കാർ ഇതാ പുരോഗമിച്ചു, കേരളം അതാണ് ഇതാണെന്ന് പറയുമ്പോഴും ഇപ്പോഴും ഒരു ദിവസം പണിയെടുത്തില്ലെങ്കിൽ അന്ന് ജീവിക്കാൻ വകയില്ലാത്ത എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരുണ്ട്. അങ്ങനെയുള്ളവരാണ് ഇത് ബാധിക്കുന്നത്. മറ്റുള്ളവർ ഈ പണിമുടക്ക് നടത്തുന്ന സഖാക്കൾ തന്നെ, അവർ പണിമുടക്ക് നടത്തി വാഹനങ്ങൾ തടയാൻ വരുന്നത് കാറുകളിലും ബൈക്കുകളിലും ഒക്കെയാണ്. വിരോധാഭാസം എന്ന് പറയുന്നത് ഈ പാവപ്പെട്ടവരാണ് ഒന്നും അറിയാതെ അവർ ജോലിക്ക് പോകുന്നു, അവർ തിരിച്ചു വരുന്നു, ആശുപത്രിയിൽ പോകുന്നവർ, പ്രത്യേകിച്ച് ഈ മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്നവർ, അവിടെയാണ് ഈ സേവാഭാരതിയുടെ ഒക്കെ സഹായം ഉണ്ടാകുന്നത് അല്ലേ? എല്ലാ ഹർത്താൽ ദിവസങ്ങളിലും പണിമുടക്ക് ദിവസങ്ങളിലും നമുക്ക് കാണാൻ പറ്റും ആംബുലൻസിൽ വരാഞ്ഞത് കൊണ്ട്, ലേറ്റ് ആയതുകൊണ്ട് രോഗികൾ മരിച്ചു. ഇത്തരം വാർത്തകൾ ഇപ്പോൾ നാളത്തെ പത്രങ്ങളുടെ തലക്കെട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണാം.